കാടുകളാലും പുഴകളാലും സുന്ദരമായ ഒരു സ്ഥലത്ത് ഒരാൽമരച്ചൂട്ടിൽ ഭഗവാൻ വിശ്രമിച്ചു. ആ പ്രദേശം ഏറെ ഇഷ്ടപ്പെട്ട ശ്രീരാമദേവൻ അവിടെ തന്നെ കുടികൊള്ളുവാൻ തീരുമാനിച്ചു. രാമൻ കുടികൊണ്ട സ്ഥലം പിന്നീട് രാമപുരം എന്നറിയപ്പെട്ടു. അയോധ്യ വിട്ട ജ്യേഷ്ഠനെ കാണാതെ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ രാമപുരത്ത് എത്തുകയും ജ്യേഷ്ഠനെ കാണുകയും അടുത്തു തന്നെ വാഴാനുള്ള ആഗ്രഹം പറയുകയും ചെയ്തു. അതിന് പ്രകാരം ശ്രീ ലക്ഷ്മണസ്വാമി കൂടപ്പുലത്തും ഭരതസ്വാമി അമനകരയിലും ശത്രുഘ്നസ്വാമി മേദിരയിലും കുടികൊണ്ടു. ഭഗവാൻ ഒരിക്കൽ തന്റെ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ പോയി എന്നും സന്ദർശനത്തിന്റെ പ്രതീകമായി നാലമ്പല ദർശനക്രമം ഉണ്ടായി എന്നും സങ്കല്പിച്ചു വരുന്നു. കാലാന്തരെ നാലിടത്തും ക്ഷേത്രങ്ങൾ ഉയർന്നു. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയെയും അനന്തന്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമിയെയും പാഞ്ചജന്യത്തിന്റെ അവതാരമായ ശ്രീ ഭരതസ്വാമിയെയും സുദർശന ചക്രത്തിന്റെ അവതാരമായ ശത്രുഘ്നസ്വാമിയെയും ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപായി നാലമ്പല ദർശനക്രമം പാലിച്ച് ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുജ്ജന്മദോഷ പരിഹാരത്തിനും സന്താനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും ഉത്തമമാണ്. കേവലം 4 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി ക്ഷേത്രങ്ങൾ ദർശിച്ച് വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ ഉച്ചപൂജയ്ക്ക് മുൻപായി ഭക്തർക്ക് നാലമ്പല പുണ്യദർശനം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു.